കനിവോടി ബനുടെ ശക്തി കനിവോടി ബനുടെ ശക്തി കാണ്ടയും മമതത്വം കാണ്ടയും മമതത്വം ഇവനെ അറികയോ ഇവനെ അറികയോ വേണമല്ലോ വേണമല്ലോ ഒരു 100 പ്രാവശ്യം പറഞ്ഞു തന്നിട്ട് മനസ്സിലായിട്ടില്ല കൊരങ്ങൻ. ഇങ്ങനെ ഇവന് മാഷിന്റെ വിഷയ താല്പര്യം ഭരതനാട്യം കഥകളിക്ക് ചേർന്ന് എന്റെ നിർബന്ധം കൊണ്ടാ. വിരല് വളച്ച് കാണിച്ചാൽ മുദ്രയാവില്ല, അതിന് സൗന്ദര്യം ഉണ്ടാവണം, ഇല്ലേ മാഷേ? ഈ മുദ്രകൾ ഭാഷയാണ്. നല്ല വടിവൊത്ത അക്ഷരത്തിൽ എഴുതിയാൽ എളുപ്പം വായിക്കാം അല്ലേ? ഇല്ലെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടാവും, മനസ്സിലാവില്ല. കഥകളി സാമാന്യ ജനത്തിന് മനസ്സിലാകാത്തതും അതുകൊണ്ടാണ്. വടിവില്ലാത്ത മുദ്രക്കൈകൾ, വെറും ശാസ്ത്രീയമായ അഭ്യാസം മാത്രമാകുന്ന അഭിനയം, ഇതൊക്കെ അതിന്റെ പ്രശ്നങ്ങളാണ്. വിദ്യ കൊണ്ട് നേടാൻ പറ്റുന്നതല്ല കല, വാസനയാണ് കല, ഈശ്വരാനുഗ്രഹമാണ്. തെറ്റുണ്ടോ ഞാൻ പറഞ്ഞതിൽ? ഏയ്, അതാണ് സത്യം. ആ കലാശം ഒന്നെടുത്തേ. കുട്ടികളിയൊക്കെ ഇവനാള്. ഓ, ഇവനാണോ? എഴുന്നേക്കടാ. എന്താ കാര്യം? അറിയണോ? സർ പ്ലീസ്, ഇവനെ പിടിച്ച് വണ്ടി കയറ്റ. എന്റെ അനുവാദമില്ലാതെ എന്റെ കളരി കയറാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? സെക്രട്ടറിയുടെ അനുവാദമുണ്ട്. ഇയാളുടെ പെർമിഷൻ എന്തിനാ? എന്ത് കുറ്റം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? പറഞ്ഞു തരാം. അവിടെ സ്റ്റേഷനോട് ചെല്ലട്ടെ. കേറടാ. ഇപ്പൊ മനസ്സിലായോ എന്നോട് കളിച്ചാ എങ്ങനെ ഇരിക്കുന്ന? എന്നെ ഇവരെ കൊണ്ടുപോയി കൊല്ലുമൊന്നുമില്ല, ഞാനും മനസ്സിലാക്കി തരാം. അയാൾ അവിടെ കളരിയിൽ വന്നിരുന്നു. എന്താ സാർ കുഴപ്പം? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്, താൻ അന്വേഷിക്കണ്ട. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? സെക്രട്ടറി പറഞ്ഞ അനുസരിക്കാനല്ലേ പറ്റൂ. എടാ, നീ സെക്രട്ടറിക്ക് എന്ത് മനസ്സിലാക്കി കൊടുക്കൂടാ പട്ടി? ഇനി അതിനുള്ളിൽ കേറൂടാ. ഇനി മതി സാർ. ഒന്നും കൊടുക്കണ്ട, മര്യാദ പഠിക്കട്ടെ അവൻ. എന്ത് വേണം? ഒരു കാര്യം പറയാനുണ്ട്. നന്ദഗോപാലിന്റെ പേരില് കേസ് രജിസ്റ്റർ ചെയ്യരുത്. അയാൾ ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. അയാൾ പെൺകുട്ടികളുടെ ക്ലാസ്സിൽ കയറി ബഹളം ഉണ്ടാക്കിയെന്ന് സെക്രട്ടറി പറഞ്ഞതോ? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് അവിടെ വരാറുണ്ട്, ചില അഭിപ്രായങ്ങളൊക്കെ പറയും. അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇൻസൾട്ടായിട്ട് തോന്നിട്ടുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. മദ്യപിച്ച് അവിടെ ചെന്ന് തെറ്റല്ലേ? അയാളുടെ സഞ്ചിയിൽ അരക്കുപ്പിച്ച് ചാരായം ഉണ്ടായിരുന്നു. അത് ശരിയാണെന്ന് ഞാൻ പറയില്ല. ഈ പറയണ ബഹളമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. വെറും വ്യക്തിവൈരാഗ്യമാണ് ഇതിന്റെ പിന്നിൽ. അയാളുടെ ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി കലാമന്ദിരം കമ്മിറ്റിയുമായിട്ടൊരു കേസ് നിലവിലുണ്ട്. അതിനിടയിൽ ഇത് ചാർജ് ചെയ്താൽ അത് ആ കേസിനെ ബാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് ചാർജ് ചെയ്യരുത്. ചാർജ് ചെയ്യാൻ റിട്ടേൺ കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ല. സെക്രട്ടറിക്ക് ആ ബുദ്ധി തോന്നുന്നതിന് മുമ്പ് അയാളെ വിടണം സാർ. അയാളുടെ ഭാവി ഓർത്തെങ്കിലും സാർ ദയവ് കാണിക്കണം. ഇനി അയാൾ വല്ല കുഴപ്പമുണ്ടാക്കോ? ഇല്ല സാർ, കുഴപ്പമൊന്നും ഉണ്ടാക്കൂല, ഞങ്ങൾ ഉറപ്പ് തരാം. അവൻ അങ്ങനത്തെ ആളല്ല. ഉറപ്പൊന്നും പറയണ്ട. അയാളുടെ ഹിസ്റ്ററി ഇവിടെ പോലീസുകാർ പറഞ്ഞു കേട്ടു. ഭാര്യയെ കൊന്ന ആളല്ലേ. കേസ് വെറുതെ വിട്ടു എന്ന് വെച്ച് കൊന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല സാർ, അവൻ ആരും കൊല്ലാൻ പറ്റൂല. സുമംഗലെ അവന് ജീവനായിരുന്നു. അതുകൊണ്ടായിരിക്കും തീ വെച്ച് തന്നെ കൊന്നത്. ഏതായാലും അവനെ ഞാൻ വിട്ടുതരാം. പക്ഷേ ഇനി അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ നിങ്ങൾ ഇടയ്ക്ക് ഇതിനകത്ത് കയറ്റിയിട്ട് ഞാൻ ചവിട്ടും. എന്ത് വേണമെങ്കിലും ചെയ്തോ സാർ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ. ശരീരത്തിന്റെ വേദന മാറാൻ അസല. ശരീരത്തിന്റെ വേദന എന്നും മനസ്സിന്റെ വേദന എന്നും ഒക്കെ ഓരോ കാരണം പറയാണ്ടല്ലോ.
ഉപ്പില്ലാതെ ബാക്കിന്റെ അടുത്ത് കേറ്റി എല്ലാ വേദനയും മാറട്ടെ. ഇതുകൊണ്ടൊന്നും മനസ്സിന്റെ വേദന മാറില്ല. അത് മാറണമെങ്കിൽ മരിക്കണം. പിന്നെ എന്തിനാ ഇതൊക്കെ കഴിക്കണേ? ഒരു സുഖം. ചിലപ്പോ ഓർമ്മകളൊന്നും ഇല്ലാണ്ടാവും. സുഖം, ബ്ലാക്ക് ഔട്ട്. ചിലപ്പോ ഓരോന്നും 1000 മുഖങ്ങളോടെ വരും. മല്ലീശ്വരന്റെ അമ്പ് പോലെ. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000. ആയിരങ്ങൾ. മാഷിന് ഇവിടം വിട്ട് എവിടെയെങ്കിലും പൊക്കൂടെ? ദൂരെ എവിടെയെങ്കിലും. ഡാൻസേഴ്സിന് എവിടെ ചെന്നാലും ജോലിക്ക് പഞ്ഞമില്ല. വെറുതെ ഈ കേസിന്റെ വഴകിന്റെ ആവശ്യമില്ലല്ലോ. മാത്രമല്ല ഇവിടെ എല്ലാരും മാഷിനെ കാണുന്നത് മറ്റൊരു കണ്ണുകൊണ്ടാണ്. എനിക്കറിയാം, പലർക്കും ഞാൻ ക്രിമിനലാണ്, കള്ളുകുടിക്കാരനാണ്, കഞ്ചാവ് വലിക്കാരനാണ്, വൃത്തികെട്ടവനാണ്. ഒക്കെ ശരിയാണ്. നന്ദു സ്വയം അങ്ങനെ ആയതല്ല, ആക്കിയതല്ലേ അവൾ. എന്റെ സുമംഗല എന്നെ ഒരു കോമാളിയാക്കിയിട്ട് രസിക്കുകയാണവൾ. രസിക്കട്ടെ. നന്ദു, അവൾക്ക് എന്തും തമാശയാണ്. എന്റെ കൂടെ ഉണ്ട് ഏത് നേരവും. ഈ പുഴയും കലാമന്ദിരവും ഒക്കെ വിട്ട് ഞാൻ എങ്ങോട്ടും പോണത് അവൾക്ക് ഇഷ്ടമല്ല. അതാ മാഷ ഞാൻ പോവാത്തത്. അവന്റെ ഭ്രാന്ത് തുടങ്ങി. കള്ളും കഞ്ചാവും ഒക്കെ കേട്ടിട്ട് ഓരോന്ന് പറയും, ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ. പറഞ്ഞോട്ടെ, നിങ്ങളൊക്കെ പറഞ്ഞോ. നന്ദൂര് മുഴു ഭ്രാന്ത. പക്ഷെ മാഷെ, ഇപ്പൊ ഞാൻ അവളെ കണ്ടു. ഇത് ലഹരിയും വിഭ്രാന്തിയൊന്നുമല്ല. ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്കിനെ കുറിച്ച് മാസ്റ്റർക്ക് അറിയാമല്ലോ. സീതാരാമായണം. ഞാനത് എഴുതുമ്പോഴും കമ്പോസ് ചെയ്യുമ്പോഴും ഒക്കെ അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കണ്ടു, പോലീസുകാർ കൊണ്ടുപോയി തല്ലിയതിന് പരിഹസിക്കുക. കാണോ, ഞാൻ പാടിയാൽ അവൾ വരും, നൃത്തം ചെയ്യും. സത്യം. മാങ്ങാത്തൊലി മതി, വാ നമുക്ക് പോവാ. ഏയ്, ഞാനല്ലേ, നിങ്ങൾ പോയിക്കോ. മാഷിന്ന് ഇത്തിരി അധികമായിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് വയ്ക്കും. മാഷെ, ഞാനൊരു ഇത്തിരി നേരം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി 5 ദിവസത്തിന് സ്വഭാവം മാറ്റരുത് കേട്ടോ. വാ, ഒരു ഓട്ടോ വിളിച്ചു വിടാം. വേണ്ട, ഇങ്ങനെ കയറി എന്റെ വീടായില്ലേ. നിങ്ങൾ പോയിക്കോ. നീ പോയിട്ടാ ഞങ്ങൾ പോകുന്നുള്ളൂ. ആ, ശരി, ഞാൻ ആദ്യം പോവാ. കഷ്ടം. ഒക്കെ വിധിയാണ്. അല്ലെങ്കിൽ എവിടെ എത്തേണ്ടവനാ? ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചിട്ടുണ്ട്. സീതാരാമായണം എന്ന് പറഞ്ഞ വർക്ക് കണ്ടിട്ടുണ്ട് മാഷ്? ഇല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാൽമീകി കാണാത്ത സീതയാണ് ഇവന്റെ സീത. അവൻ തന്നെ എഴുതി പുതിയൊരു ഡാൻസ് സ്റ്റൈൽ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ എന്ത് ചെയ്യും? ഭാഗ്യല്ല. ഇത് മനസ്സിലാക്കാനും കാണാനും ഇവിടെ ആരില്ല താനും. മൂപ്പര് തനിച്ച് പോകോളൂ. അതൊക്കെ പോയിക്കോളൂ. മൂപ്പർക്ക് ഇത് വരുവാ. വരും, നമുക്ക് പോവാ. നമ്മുടെ നങ്ങേരോട്ടെ കാണുമ്പോഴാണല്ലോ ആ നന്ദോവൻ സൂക്കേട് കൂടുന്നത്. 1 മാസം മുമ്പ് വഴിക്ക് തടഞ്ഞു നിർത്തി എന്തോ പറയണുണ്ട്. എടാ സോമ, നിന്റെ വില്ലനായിട്ട് അവതരിക്കും അയാള്. കീചകവധത്തിലെ കീചകനെ പോലെ. എങ്കിലും അവൻ ഭീമനായിരിക്കും അല്ലടാ. അയാൾക്ക് തലയ്ക്ക് വട്ടാ. നല്ല വീക്ക് കിട്ടിയാ മാറും. ഇപ്പൊ ശരിക്കും കിട്ടിക്കാണല്ലോ പോലീസിന്റെ കയ്യിൽ നിന്ന്. മാളവികയ്ക്കും ഇത്തിരി ഡമ്പ് കൂടുതലാ. പത്മാ സുബ്രഹ്മണ്യ ഭാവം. ഇപ്പൊ പഠിക്കുന്നവരില് അങ്ങനെ ഒരു ലെവലിലേക്ക് വരാൻ സാധ്യത മാളൂന് മാത്രമേ ഉള്ളൂ. പിന്നെ മാളു. അപ്പൊ നമ്മുടെ കക്ഷികളൊക്കെ എന്താ കയ്യിലൂത്താൻ പോവാ? നങ്ങ്യാര് കുട്ടീനെ ടീച്ചർമാര് വെറുതെ പ്രശംസിക്കുന്നതാ. പ്രിൻസിപ്പളിന്റെ മോളല്ലേ. അരങ്ങേറ്റത്തിന് അവക്ക് ഒറ്റയ്ക്ക് ഒരു ഐറ്റം ചെയ്യാൻ അവസരം കൊടുക്കുന്നതും മണിയടി തന്നെയാ. അത് പണ്ടുള്ളതാ. നല്ല കുട്ടികൾക്ക് പ്രത്യേക ഒരു ഐറ്റം ചെയ്യാൻ കൊടുക്കും. അത് നല്ല കുട്ടികൾക്കല്ലേ. ഇവൾക്ക് എന്തിനാ? അതെ, വാർഡൻ ചേങ്ങല വരുന്നുണ്ട്. ആഹാ, എന്താ പഞ്ചപാണ്ഡവരെല്ലാരുടെ പാഞ്ചാലി സ്വയംവരമാണോ അതോ ദുര്യോധന വധമാണോ പ്ലാൻ ചെയ്യുന്നത്? അല്ല, കീചകവധം. കീചകനാണ് പ്രശ്നം.
6 മണിയാകുമ്പോ ഹോസ്റ്റൽ ഉണ്ടായിരിക്കണം എല്ലാവരും. സിനിമയ്ക്കെങ്ങാനും ചാടിയാൽ സെക്രട്ടറിയോട് ഞാൻ കംപ്ലൈന്റ് ചെയ്യും, പറഞ്ഞേക്കാം. ഏയ് ഇന്ന് പോവില്ല, പടം മാറിയ ദിവസാ. സെക്രട്ടറി ഉണ്ടാവും 3 ചോദിക്കും. നീ അധികം വിലസണ്ട. ഏട്ടന്റെ ക്വാർട്ടേഴ്സിലേക്കെന്നും പറഞ്ഞ് നീ സിനിമയ്ക്ക് ചാടാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പിടിച്ചാലുണ്ടല്ലോ നിന്റെ മാങ്ങാത്തല ഞാൻ മുട്ടയടിക്കും. ഇപ്പി നിന്റെ പാർട്ടി വരുന്നുണ്ട്. മാളു എങ്ങോട്ടാ? ടൗണിലേക്ക് ഇത്തിരി മേക്കപ്പ് സാധനം വാങ്ങിക്കണം. ഓ, പറഞ്ഞത് അരങ്ങേറ്റമാണല്ലോ. കലക്കണം കേട്ടാ. ചെല്ലടാ കൂടെ, ടൗണിലേക്കാണെന്നാ തോന്നുന്നത്. നീലക്കൂവള പൂവുകളോ കണ്ണുകളോ. മാളു, മാളു ടൗണിലേക്കാ? അതെ, എന്തേ? എനിക്കും ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിന് എന്റെ അനുവാദം വേണ്ടല്ലോ, പൊയ്ക്കൂടെ? മാളു പോണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാനിവിടെ കാത്തുന്നത്. അതെന്താ, സോമൻ ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ? ഹേയ് അതല്ല, മാളുവിന്റെ കൂടെ വരാലോ. അങ്ങനെ എന്റെ കൂടെ ആരും വരണ്ട. ഒറ്റയ്ക്ക് പോകാനും വരാൻ എനിക്കറിയാം. മാളുവിന് എന്താ എന്നോട് വെറുപ്പ്? ആരാ പറഞ്ഞ വെറുപ്പാണെന്ന്? എനിക്ക് വെറുപ്പൊന്നുമില്ല. ഈ ചെക്കന്മാരുടെ കൂട്ടുകൂടി വെളച്ചിലെടുത്താ എനിക്ക് വെറുപ്പാവും. വാ നിറച്ചു തന്നോടാ അവള്. നിങ്ങളുടെയൊക്കെ കൂട്ടുകൂടി നടക്കണത് അവൾക്ക് ഇഷ്ടമല്ലാത്തത്. ആ ഓഹോ, നീ ഹരിചന്ദ്രന്റെ മോനല്ലേ? ഇവൻ ഈ കയ്യിലും കുത്തി പിന്നാലെ നടക്കുന്നല്ല ഒരു ഗുണം ഉണ്ടാന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്, മനസ്സിലാ. പുറമെ കാണിക്കണില്ലെന്നേ ഉള്ളൂ. ഭാവാഭിനയം ഇല്ല എന്നർത്ഥം. നിങ്ങൾക്കൊക്കെ അസൂയ. ഇത്ര കണ്ണേടി ഉണ്ടെങ്കിലേ ഇത്തിരി മണ്ണ് കണ്ണിലിട്ട് തിരുമ. പാവം, കളിയാക്കൽ ഇത്തിരി കൂടി കേട്ടോ. അവന് വിഷമായി. അവളെന്ന് പറഞ്ഞ അവന് പ്രാന്ത. നമസ്കാരം. നമസ്കാരം. നമ്പീശന്റെ മകളല്ലേ? അതെ, ഇവളൊന്ന് അരങ്ങേറ്റം നടത്തുന്നുണ്ട്. നന്നായി വരണം, വലിയ നാട്യക്കാരിയാണ് കേട്ടോ. ഇവിടെയുള്ള കുട്ടികളില് ഏറ്റവും മിടുക്കി ഇവളാ. അകത്തേക്ക് പോവാം, സെക്രട്ടറി കാത്തിരിക്കണം. വേലായുധൻ ഇന്ന് പണിമുടക്കും ജനറൽ ബാഡി ഒന്നുമില്ലേ? ഞാൻ കൂത്തമ്പലത്തിലേക്ക് പോണു. ചെല്ല് ചെല്ല്, നന്നായി വരണം. വരൂ. അവനോന് കിട്ടുന്ന അവനവൻ നക്കിയാ പോരെ, അത്ര കണ്ണുകടി പാടില്ല. താ മിനിസ്റ്ററെ കാണുമ്പോ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ആണികൾ അങ്ങനെ പലതും പറയും, അതൊന്നും അത്ര മൈൻഡ് ചെയ്യാനില്ല. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ആ എന്നാ വെച്ചോ. ആ ചെയർമാൻ വന്നിട്ടുണ്ട്, റൂമിലുണ്ട്. അതിന് തൊഴാൻ ഞാനും വരണോ? എല്ലാരും മാറി മാറി തൊഴുന്ന കണ്ടല്ലോ. പൂച്ചണ്ടും മാലയും മാങ്ങാത്തൊലിക്കാട്ട് എല്ലാരും താഴെ നിൽക്കുന്ന കണ്ടു. ഇങ്ങനെ ഒരുത്തം വരുന്നുണ്ട് പോകുന്നുണ്ട്, ആർക്കും കണ്ണി കണ്ടൂടാ. അയാൾ തിക്കുറിച്ച് സുകുമാരനാരാണെങ്കിൽ ഞാൻ കൊന്നക്കുഴി വേലായുധനാ. ഞാൻ വിചാരിക്കാൻ ഇവിടെ ഒരു കോപ്പ് നടക്കത്തില്ല, അത് മനസ്സിലാക്കൂ. എന്നോട് ചെയർമാൻ മുറിയിലുണ്ടെന്ന് പറയാൻ പറഞ്ഞു. പറഞ്ഞല്ലോ, കേട്ടു. ഞാൻ ഈ മുറിയിലുണ്ടെന്ന് അവിടെ ചെന്ന് പറഞ്ഞേക്കാം. ഇരിക്കൂ ഇരിക്കൂ. ഇരുന്നിരുന്ന് നടുവ് കഴിച്ചപ്പോ എഴുന്നേറ്റതാ. അങ്ങേക്ക് ഇവിടെ ജോലി തിരക്കുണ്ടാകുമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നതാ. സുഖമാണല്ലോ? ഓ പരമസുഖം. നമ്പീശ ഇരിക്കേ. ഉണ്ണിമാഷേ താനും ഇരിക്കടോ. ഇരിക്കടോ. ഞാൻ ഇരിക്കണില്ല, ഇരിക്കാൻ വയ്യ. ചെയർമാൻ ഇവിടുത്തെ ഫണ്ടിന്റെ കാര്യം വല്ലതും അറിയൂ? ഇപ്പൊ ഈ അരങ്ങേറ്റം നടത്തുന്നത് തന്നെ കുട്ടികളുടെ ഇടയിൽ നിന്ന് പിരിച്ചിട്ടാ. അടുത്ത കമ്മിറ്റിയിൽ ആലോചിക്കാം. കമ്മിറ്റിയിൽ ഉണ്ണിമാഷും നമ്പീശനും ഒക്കെ ഉള്ളതല്ലേ. ഒരു കഥകളി വാരം ടിക്കറ്റ് വെച്ച് നടത്തട്ടെ. കൊടുക്കാൻ കാണാൻ ആളെ കാശ് കൊടുത്ത് കൊണ്ടിട്ട് വരും. ചെയർമാൻ പഴയ ഒരു സിനിമാക്കാരനല്ലേ, ഒരു സ്റ്റാർ നൈറ്റ് നടത്താൻ പറ്റൂ. മമ്മൂട്ടി, മോഹൻലാൽ, ഉർവശി, ഗീത, ഉള്ളിവേലി, ചിത്ര, അങ്ങനെ കൊള്ളാവുന്ന കുറെ താരങ്ങളുണ്ടെങ്കിൽ ടിക്കറ്റ് ചൂടപ്പം പോലെ വിൽക്കും. 1000, 5000 ഒക്കെ ടിക്കറ്റ് റേറ്റും വെക്കാം. ആലോചിക്കാം. ഇപ്പൊ നമുക്ക് കുട്ടികളുടെ അരങ്ങേറ്റമല്ലേ നടക്കേണ്ടത്, അത് നടക്കട്ടെ ആദ്യം. ഇനി നമ്മുടെ കലാമന്ദിരത്തിന്റെ അഭിമാനമായി വളർന്നു വരുന്ന 4ാം വർഷ വിദ്യാർത്ഥിനി കുമാരി മാളവിക നങ്ങ്യാരുടെ അരങ്ങേറ്റമാണ് ഭരതനാട്യം പദം. എന്താ ഡാൻസ് നിർത്തി കളഞ്ഞത്? ഇല്ല ടീച്ചർ, ഞാൻ ഇനി ചെയ്യില്ല. ഈ ആളുകളുടെ മുന്നിൽ എനിക്ക് നൃത്തം ചെയ്യാൻ പറ്റില്ല. കുട്ടിയെ അരങ്ങേറ്റം നടക്കണ്ടേ? വേണ്ട, ഇനി അത് നടക്കണ്ട. എന്ത് കഷ്ടമാഷ അയാൾ കാണിച്ചു. എങ്ങനെയുണ്ട്?
മഹാനായ കലാകാരന്റെ അഭ്യാസ പ്രകടനങ്ങള് എവിടെ പോയി ജാമ്യക്കാരും സപ്പോർട്ടുകാരും ഒക്കെ? എന്താ ഒന്നും മിണ്ടാത്തേ? അയ്യടാ. ടീച്ചറെ വേഗം രണ്ടാമത് തുടങ്ങാൻ നോക്കൂ. മാളു സമ്മതിക്കുന്നില്ല. അയാളെ പിടിച്ച് പുറത്താക്കി ആളുകളൊക്കെ ശാന്തരായിരിക്കുന്നുണ്ട്. അരങ്ങേറ്റം നടക്കട്ടെ മോളെ. അരങ്ങേറ്റം കഴിഞ്ഞല്ലോ, അതെങ്ങനെയായി? സാരമില്ല മോളെ, അങ്ങനെ പറയരുത്. മാഷൊന്ന് പറഞ്ഞു മനസ്സിലാക്കും. ഇനി അവളെ നിർബന്ധിക്കണ്ട. അരങ്ങേറ്റം നടന്നല്ലോ. നീ വിഷമിക്കണ്ട കുട്ടി. അയാള് കള്ളും കുടിച്ചൊന്നും വെള്ളം ഉണ്ടാക്കിയതിന് കുട്ടി എന്താ പഴിച്ചത്? അയാളുടെ സ്വഭാവവും കാര്യങ്ങളും കുട്ടിക്ക് അറിഞ്ഞൂടെ? മാളു വാശി കളയൂ. ആരോടാണ് ഈ വാശി? കുട്ടി ക്ലാസ്സിൽ വരണില്ല, പഠിക്കണില്ല എന്ന് പറഞ്ഞാ അതിന്റെ നഷ്ടം കുട്ടിക്ക് ഉണ്ടാവും. അരങ്ങേറ്റം പഴിച്ചില്ലേ ടീച്ചർ? ഇനി എനിക്കെന്താ ഭാവി? അരങ്ങേറ്റത്തിലൊന്നും അല്ല ഭാവി, അതൊരു ചടങ്ങേ ഉള്ളൂ. കുട്ടി ഞാൻ പറയുന്നത് കേൾക്ക്. എഴുന്നേറ്റ് കുളിച്ച് കളരിയിലേക്ക് വരാൻ നോക്കൂ. ഗുരുക്കന്മാര് പറയണത് അനുസരിക്കും മാളു. മാളുവിന് കുറച്ചുകൂടി മനധൈര്യം ഉണ്ടെന്നാ ഞാൻ കരുതിയേ. ചെല്ലേ, വേഗം റെഡിയാവ്. കുട്ടിയും കുട്ടിയും ഞങ്ങൾ പോണുള്ളൂ. മാളു, ഞാൻ വീട്ടിൽ പോയിരുന്നു. അമ്മയെ പറഞ്ഞത് പുസ്തകം കൊണ്ട് എങ്ങോട്ടോ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഉച്ച കഴിഞ്ഞ് മാളു കളരി പോയിന്ന് ഞാൻ അറിഞ്ഞു. ഒന്നും സാരല്ല, അതുകൊണ്ടൊന്നും മാളുവിന് ഒരു ദോഷവും വരില്ല. എനിക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യ വന്നത്. മാളുവിന് എന്നോടും പിണക്കാണോ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. എനിക്കിത്തിരി വായിക്കാനുണ്ട്. മാളു എപ്പോഴും അതെ, എന്നോട് ഒട്ടും ഇഷ്ടമല്ലാണ്ടാ പെരുമാറണേ. മാളു എന്നെ മനസ്സിലാക്കണുണ്ടോ? മനസ്സിലാക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ലാന്ന് നടിക്കുകയാണ്. 2-3 കൊല്ലമായി ഞാനിങ്ങനെ നടക്കണം. മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞിട്ടില്ല. പറയാനൊരു മടി. ഞാനെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. പോസ്റ്റ് ചെയ്യാൻ പേടി. മറ്റാരുടെങ്കിലും കയ്യിൽ കിട്ടിയാലോ? എന്താ ഇത്? വായിച്ചു നോക്ക്. എനിക്കിതൊന്നും വേണ്ട. പ്ലീസ് വായിച്ചു നോക്ക്. എടുത്തോണ്ട് പോകൂ, ഞാൻ അച്ഛനോട് പറയും. മാഷേ, എന്താ വിശേഷം? വിശേഷമൊക്കെ ഉണ്ട്. അയാളുണ്ടോ അവിടെ, തന്റെ അനിയൻ? ഇല്ല, അവ ഹോസ്റ്റലിലുണ്ട്. എന്തേ? അയാൾക്ക് ഇതിനൊക്കെയുള്ള പ്രായമായോ? കുട്ടികളെ അച്ചടക്കത്തിൽ വളർത്തണം. നിങ്ങളത്ര ധനസ്യൊന്നും ഇല്ലെങ്കിലും ഞങ്ങളും മാന്യമായിട്ട് ജീവിക്കണവരാ. എന്താ കാര്യമൊന്ന് പറഞ്ഞാ മനസ്സിലാക്കാം. ഇതാ മനസ്സിലാക്കിക്കോളൂ. എന്നേക്കാൾ എനിക്ക് പ്രിയമുള്ള എന്റെ മാളുവിന് 1000 വട്ടം പറയാൻ മടിച്ച കാര്യം തുറന്നു പറയുന്നതിനാണ് ഈ കത്ത്. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. നളൻ ദമയന്തിയെ സ്നേഹിച്ചതിനേക്കാൾ, കണ്ണൻ രാധയെ സ്നേഹിച്ചതിനേക്കാൾ, ശിവൻ ഉമയെ സ്നേഹിച്ചതിനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ സ്നേഹം എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ നീ എനിക്ക് ജീവിതം തന്നില്ല എന്നാണ് അർത്ഥം. എന്നെ നിഷേധിച്ചാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നിന്റെ മറുപടി കുറിപ്പിന് നീറുന്ന മനസ്സോടെ കാത്തിരിക്കുന്നു. സ്നേഹപൂർവ്വം, സോമൻ. വായിച്ചോ? എന്തു പറയണു അനിയന്റെ സ്വഭാവത്തെ കുറിച്ച്? എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. നല്ല സാഹിത്യം. ഈ സാഹിത്യം കൊണ്ട് എന്റെ കുട്ടിയടുത്തേക്ക് വരണ്ട. നല്ല സാഹിത്യം അത്രേ. ഇങ്ങനെയാണ് ഉത്തരവാദിത്തമുള്ള ഏട്ടൻ പറയേണ്ടത്? അവനൊരു ആൺകുട്ടിയാണ്. 10-24 വയസ്സായി. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോട് മാന്യമായി അവന്റെ മനസ്സറിച്ചെന്നല്ലേ ഉള്ളൂ. അല്ലാതെ എന്ത് തെറ്റാവൻ ചെയ്തേ? പേര് ദോഷം എന്റെ കുട്ടിക്ക് ഉണ്ടാവുക. അതുണ്ടായാലല്ലേ. പഠിപ്പ് കഴിഞ്ഞ് അവൻ എന്തെങ്കിലും ഒരു സ്ഥിതിയായിട്ട് മാളവികയെ എന്റെ അനിയത്തിക്കുട്ടിയായിട്ട് തരുന്നതിൽ വിരോധമുണ്ടോ? എന്താ പറഞ്ഞ്? വിവാഹപ്രായമാവുമ്പോ എന്റെ അനുജന് മാളൂവിനെ വിവാഹം ചെയ്തു കൊടുക്കാൻ വിരോധമുണ്ടോന്നാ ചോദ്യം. മാഷ് കാര്യമായിട്ടാ പറയണേ. നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും അവളെ അയക്കാനുള്ള സ്ഥിതിയൊന്നും എനിക്കില്ല. അതൊന്നും ആരും ചോദിച്ചില്ലല്ലോ. പെൺകുട്ടിയുടെ പൊന്നും പണവും കിട്ടിയിട്ട് വേണ്ട ഷരത്ത് കഴിയാൻ മാഷക്കറിയാലോ. ഉവ്വ്, ഞാൻ എന്താ പറയാ, ഈ കേൾക്കണതൊക്കെ സത്യമാണെങ്കിൽ എന്റെ ഭാഗ്യമായിട്ടേ കരുതുന്നുള്ളൂ. സത്യം. പെൻഷൻ പറ്റി പിരിഞ്ഞാ കേറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല നമ്പീശന്. ഷാരത്ത് ധാരാളം സ്ഥലം വെറുതെ കിടക്കുകയാണ്. അങ്ങോട്ട് പോരൂ മകളുടെ കൂടെ. മാഷ് അത്താഴൂണ് കഴിച്ചോ? എന്തിനാ നീ ഊണ് നിറഞ്ഞു വരട്ടെ. ശോഭിച്ചാലും വിഷമം തോന്നരുത്. ശോഭിച്ചില്ലെങ്കിലേ വിഷമം തോന്നും. അപ്പൊ ഈ കത്ത് ഞാൻ കൊണ്ടുപോണോ അല്ലെങ്കിൽ? മാളൂന് വേണമെങ്കിൽ കൊണ്ടുപോവാം.
അല്ലെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ, അതാ നല്ലത്. ഇനി ഈ കത്തും സാഹിത്യമൊന്നും വേണ്ടാന്ന് പറഞ്ഞേക്കോ അയാളോട്.